സ്വന്തം കുടുംബത്തോട്, ഭാര്യയോട്, മക്കളോട്. ഒരു മുടി കിട്ടിയാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, ഭാര്യ പാകം ചെയ്ത ഭക്ഷണത്തിൽ നിന്ന് ഒരു മുടി കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ചില വീട്ടിലൊക്കെ വലിയ കുലുമാലുണ്ടാവും. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണത്തിൽ നിന്ന് മുടി കിട്ടിയില്ലേ, ഹബീബായ തങ്ങൾ ആ മുടി അങ്ങെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഈ മുടി ആരുടേതാണെങ്കിലും റബ്ബേ ആ വ്യക്തിക്ക് നീ ഭംഗി നൽകണേ അല്ലാ, അയാൾക്ക് നീ വൃത്തി നൽകണേ അല്ലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഭാര്യയുടെ മുടി കിട്ടിയാൽ പിന്നെ 4 ദിവസത്തേക്ക് ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. അപ്പോഴേക്ക് പിന്നെ ഛർദിയായി, വേറെ പ്രശ്നങ്ങളായി. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടില്ലേ? ഇത് പറയുമ്പോൾ എൻ്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തട്ടെ, മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തലമറക്കൽ നല്ലതാണ്. തലമറക്കാതെ ഭക്ഷണം പാകം ചെയ്യരുത്. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും നിങ്ങളുടെ തലയിൽ നിന്ന് മുടി ഭക്ഷണത്തിലേക്ക് വീഴാറുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പരമാവധി വൃത്തിയിലാണ്, നല്ല വൃത്തിയിലാണ് പാകം ചെയ്യേണ്ടത്. ഉമ്മമാരെ, ഒരു പാത്രവും തുറന്നിടാൻ പാടില്ല. ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള ഭക്ഷണം അതങ്ങനെ തന്നെ തുറന്നിട്ട് പോകാൻ പാടില്ല. അതിൽ പിശാച് കയറുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അടുക്കളയിൽ ഒരു പാത്രവും തുറന്നിടരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. അതിൽ പൈശാചികത വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തുറന്നിട്ട ഭക്ഷണം നമ്മൾ കഴിച്ചാൽ, നമ്മുടെ മക്കൾ കഴിച്ചാൽ, ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പൈശാചികമായ സ്വാധീനമുണ്ടാകാൻ അത് കാരണമാകുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ തങ്ങൾ ലൈസ ബിഫള്ളിൻ വലാ ഗലീൽ, എവിടെയും പരുഷമായ സ്വഭാവമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിൽ നിന്ന് മുടി കിട്ടിയപ്പോഴും ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്ത് മാതൃക കാണിച്ചു തന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ തങ്ങളെയാണ് നമ്മൾ മഹബത്ത് വെക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ക് നമ്മളുടെയും നമ്മളുടെ മക്കളുടെയും കൽബിൽ ഉണ്ടാകണം. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ കൽബിലേക്ക് ഹബീബായ തങ്ങളെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടമാണ് അവരെ പഠിപ്പിക്കേണ്ടത്.